ലംബടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തിയുള്ള ആൾ എന്നാണ് അർത്ഥം. അധികാരത്തോട് അദ്ദേഹത്തിന് ആർത്തി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ത്രീ ലംബടൻ എന്ന് വെച്ചാൽ സ്ത്രീയോട് കൂടുതൽ ആർത്തിയുള്ള ആൾ എന്ന് അദ്ദേഹത്തിന് ഉപയോഗിക്കാമെങ്കിൽ അധികാരത്തോട് കൂടുതൽ ആർത്തിയുള്ള ആൾ എന്ന് ഞാൻ ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? സ്വാഭാവികം. പിന്നെ ആഭ്യന്തര ലംബടൻ എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചു. അങ്ങ് ഇടപെട്ടതിൽ കൊള്ളാം, നല്ല കാര്യമാണ്, സാധാരണ അത് ചെയ്യേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ വിശേഷിപ്പിച്ച് സ്ത്രീ ലംബടന്മാരെന്ന് പറഞ്ഞാൽ വസന്ത ആ തൊപ്പി എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഡോക്ടർ പി കെ ഗോപൻ അദ്ദേഹം ഞാൻ ആഭ്യന്തര ലംബടൻ എന്ന് വിളിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തെ മുഴുവൻ സ്ത്രീ ലംബടന്മാർ എന്ന് വിളിച്ചതിനെ ഓൺ ചെയ്ത ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ആഭ്യന്തര ലംബടൻ എന്ന് വിളിച്ചത് എന്തോ വലിയ മഹാപരാധമായി പോയി എന്ന കണക്കിന് അദ്ദേഹം പറയുന്നത്. നോക്കൂ പ്രിയപ്പെട്ട ശ്രീ ഗോപൻ, നിങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹം നാളെ ഈ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ശ്രീലംബടന്മാരുടെയും ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ചാൽ അതിന്റെ ഇനാഗുറേഷൻ, അതിന്റെ ഉദ്ഘാടകനായി നിങ്ങളുടെ മുൻ മന്ത്രി കടകംപള്ളിയെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. അതിന്റെ വിഷയാവതരണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട്, ആശംസ പറയാൻ പി കെ ശശിയുണ്ട്. തുടങ്ങി ഈ ശ്രീലംബടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം കൂടിയാൽ അതിൽ പങ്കെടുക്കാനുള്ള ഏതാണ്ട് 90% പേർക്കും AKG സെന്ററിൽ നിന്ന് ഒരു ബസ്സോ ട്രെയിനോ പിടിച്ച് ആ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്താൻ പറ്റുന്ന കണക്കിന് 90-95% പേരും നിങ്ങളുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് അത് മുഴുവൻ ഞങ്ങളുടെ മേലാണ് എന്ന് ചാപ്പ കുത്താൻ അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ ചാപ്പ കുത്തിന് അതേ രീതിയിൽ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.